പ്രോക്കുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, നമുക്കും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ചിപ്സ്, ബനാന ചിപ്സ്, ഏത്തക്കായുടെ ചിപ്സ്. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ ഒരു പാക്കറ്റ് ചിപ്സ് മേടിച്ച് നമ്മൾ ഓണം അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ടുണ്ടാക്കുന്ന നല്ല നാടൻ ചിപ്സ്, എണ്ണയിൽ വറുത്ത, നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടുള്ള ചിപ്സ് നോക്കാം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓണക്കാലമായി എന്ന് പറയുമ്പോൾ ഉപ്പേരി ഇല്ലാത്തൊരു ഓണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മളെപ്പോഴും ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പേരി പുറത്തുനിന്ന് മേടിക്കുക, അതുണ്ടാക്കി സദ്യയുടെ കൂടെ അത് വയ്ക്കുക, വിളമ്പുന്നു, കഴിക്കുന്നു. പക്ഷേ അത് എത്രത്തോളം സേഫാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, എണ്ണയുടെ കാര്യത്തിലാണെങ്കിലും ക്ലീൻ ആണോ എന്ന് ചോദിച്ചാലൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കൊല കായോ അല്ലെങ്കിൽ കുറച്ച് കായ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിപ്സ് നമ്മളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യം വേറെ തന്നെയാണ്. ആവശ്യമുള്ള കായ അരിഞ്ഞെടുത്തു, അത് വൃത്തിയാക്കി തൊണ്ട് പൊളിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലേക്ക് ഇട്ടു കഴുകാനായിട്ട്, നന്നായിട്ട് കറ പോകാനായിട്ടും. മഞ്ഞൾപ്പൊടി ഇട്ട എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കായിൻ്റെ കളറ്, അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടത്. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് ഇനി ഒരു ആവശ്യത്തിന് എത്ര വേണം നമുക്ക് കായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എടുക്കണം കേട്ടോ. അതിനുശേഷം നാലായിട്ട് കീറി ഓണത്തിനൊക്കെ നമ്മളെപ്പോഴും ഉപ്പേരി ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോഴും നാലായിട്ട് കീറിയ ഉപ്പേരിയാണ് ഇലയിൽ വയ്ക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റേ വട്ടത്തിലരിഞ്ഞ ഉപ്പേരിയല്ല, നാലായിട്ട് കീറിയ ഉപ്പേരിയാണ് നമ്മൾ വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു വട്ടത്തിലുള്ള ഉപ്പേരിയേക്കാളും ടേസ്റ്റ് ഈ നാലായിട്ട് കീറിയ ഉപ്പേരിക്കാന്ന് തോന്നുന്നു. ശർക്കര വരട്ടിയാണെങ്കിലും ഉപ്പേരിയാണെങ്കിലും നമ്മൾ ഓരോന്നിനും ഓരോ രീതികളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഓണത്തിന് വെക്കുന്ന ഇലയിൽ വിളമ്പുന്ന ഉപ്പേരി ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നാലായിട്ട് കീറിയിട്ടുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ നമ്മളിത് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിക്കാവാൻ പാടില്ല. നമ്മൾ അരിയുന്ന എപ്പോഴും ഒരാൾ തന്നെ അരിയണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ. കാരണം വേറൊരാൾ അരിയുമ്പോൾ അത് അത്രയും രീതിയിൽ അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഒരാളാവുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒരേ വലിപ്പത്തിലും ഒരേ തിക്നെസ്സിലും അത് കിട്ടിയാലാണ് നമുക്ക് വറുത്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കറക്റ്റായിട്ട് കിട്ടും. അതിൻ്റെ മുരിഞ്ഞ് കിട്ടണ്ടേ, ഫ്രൈ ആയി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നേച്ചർ ഫ്രണ്ട്ലി ആകാമെന്ന് കരുതി ഇപ്പോൾ നല്ല വിറകും ഉരുളിയൊക്കെ വെച്ചിട്ട് പുറത്ത് നിന്ന് അത് കുക്ക് ചെയ്തെടുക്കാൻ തോന്നി. കാരണം നമ്മൾ ആദ്യം ഒരു പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് നോക്കണം. കാരണം അത് മുകളിലേക്ക് വരുന്നുണ്ടോയെന്ന്. കാരണം ശരിക്കും നന്നായിട്ട് അത് ഫ്രൈ ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നല്ലോണം എണ്ണ മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ നാലായിട്ട് അരിഞ്ഞു വെച്ച ഉപ്പേരിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചതിനെ കായ അതിനകത്തേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. സൂക്ഷിച്ച് വേണം, കാരണം കൈ പൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതിനകത്ത് മുങ്ങിക്കിടക്കാവുന്ന എത്രയുണ്ടോ അത്രയും ഉപ്പേരി അതിനകത്തേക്ക് ഇടുക. ഉപ്പേരിയല്ല, കായ അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുക. ഒരു 2 മിനിറ്റ് വൈകിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് പതുക്കെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് നേരം. ഇതൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല, ഇത്തിരി സമയം എടുക്കും. നമ്മൾ ഗ്യാസിലൊക്കെ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും. കാരണം ചെറുതായിട്ട് കത്തി വന്ന് പിന്നെ സമയം എടുക്കും അത് വരാൻ. പക്ഷേ ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ എളുപ്പം, കാരണം നല്ല തീയല്ലേ താഴേന്ന് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസിലേക്ക് മാറ്റാൻ നേരത്തെ കണ്ടോ അത് പതുക്കെ മേളിലേക്ക്. ഇപ്പം നോക്കിയാൽ നമുക്കിത് ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആദ്യം കായിടുമ്പോൾ ഇളക്കുമ്പോൾ ഉള്ള സൗണ്ട് വ്യത്യാസവും ഇപ്പോഴത്തെ ഇളക്കുമ്പോൾ ഉള്ള വ്യത്യാസവും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആയോ എന്ന് നോക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം അതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് കട്ടിക്കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി സമയം മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാരുടെ ഒരു ശകലം സമയം മാറും. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നോക്കുക. ഇത്തിരി ഉപ്പ് തിളയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. ഉപ്പ് ലായനിയാക്കി വയ്ക്കുക. ഒരു ഇതിനകത്ത് കുറച്ച് ഉപ്പ് വെള്ളം കലക്കി ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് അത് അതിനകത്തേക്ക് ശരിക്കും ഉറപ്പായി കഴിഞ്ഞ് നമ്മുടെ ഉപ്പേരിയെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പേരിയിലേക്ക് ഈ മഞ്ഞൾപ്പൊടി ഉപ്പിൻ്റെയും കൂടെ ലായനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. കാരണം ആ ഉപ്പ് എല്ലായിടത്തും എത്തിപ്പിടിക്കാനായിട്ടും ഒക്കെ നന്നായിട്ട് ഇളക്കുന്നു. ശരിക്കും ഇപ്പോൾ ഇളക്കുമ്പോൾ നല്ല എന്താ പറയുക, കിലുങ്ങണ ഒരു ഒച്ച കേൾക്കും. അതാണ് ശരിക്കും ഇതിൻ്റെ പാകം കേട്ടോ. അല്ല നമുക്കിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അറിയാൻ പാടില്ലെങ്കിൽ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് കടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അത് മൂത്തിട്ടുണ്ടോയെന്ന്. അതിനകത്ത് ഏറ്റവും വലിയ പീസ് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കടിച്ച് തിന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. വെന്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. ഇനി നമുക്കത് പതുക്കെ കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് വേണം അടുത്ത ട്രിപ്പ് ഇടാൻ. ഒരു 3 പ്രാവശ്യം വറക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ചെറിയ കായായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം വറക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് എണ്ണ വാർത്ത് ഒരു ഇത് വെച്ചിട്ട് കോരി വെച്ചിട്ട് നന്നായിട്ട് കണ്ണാപ്പം ഇതുപോലത്തെ ഒരു കോരി ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക്. നമ്മൾ അത് എണ്ണയൊക്കെ ശരിക്കും പോയി കഴിഞ്ഞ് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. കറക്റ്റ് അതിനകത്ത് എത്രത്തോളം ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ അതിനകത്ത് നിന്ന് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പീസ് അതിനകത്ത് കിടന്ന് അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീസ് പോലും അതിനകത്ത് ഉണ്ടാവാതെ അത്രയും ശ്രദ്ധിച്ച് വേണം അതെടുക്കാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചൊന്നും തോന്നല്ലേ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് തോന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എടുത്ത് കോരി മാറ്റി വെച്ചു. ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ അടുത്ത കായ അരിഞ്ഞു വച്ചിരിക്കുന്നത് പിന്നെ ചേർക്കണം. നമ്മൾ ഈ ഒരു കായൊക്കെ വറക്കണത് ഈ സമയത്തൊക്കെ എപ്പോഴും കുറച്ച് കൂടുതൽ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ്. കാരണം നമ്മളുടെ വീട്ടിലാരെങ്കിലും വന്നാലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ പുറത്തുനിന്ന് കുറേ ബേക്കറിയൊക്കെ ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവർക്ക് കൊടുക്കും. അവരുടെ സന്തോഷം നമ്മുടെ സമയലാഭം. പക്ഷേ നമ്മളൊരു ഇച്ചിരി നേരം ഒന്ന് സമയം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളത് നമ്മുടെ കൊടുത്ത ഭക്ഷണേ അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്ന കാണുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതും ഏതാണ്ടൊന്നായിട്ടുണ്ട്. അത് നമ്മളൊരു കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടൊക്കെ മാറി തുടങ്ങി. നന്നായിട്ട് അതിൻ്റെ കളർ ചേഞ്ചസൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ രാത്രി ആവാറായിട്ടുണ്ട് കേട്ടോ. പുറത്താണ് നമ്മൾ ഇതുണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഇരുട്ടും ആവുന്നുണ്ട്. അപ്പോൾ ഏതായാലും അടുത്തൊരു വർക്ക് കണ്ടിട്ട് തീരും. അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോഴത്തേനും ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒത്തിരി വാരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കാൻ പറ്റില്ല. അത് കട്ട കൂടി കിടക്കും. കട്ട കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്ത് മുങ്ങിക്കിടക്കാവുന്ന എത്ര കായ ഇടാൻ പറ്റുമോ അത്രയും കായേ നമ്മൾ ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മുടെ എളുപ്പത്തിന് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ വാരി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോരില്ല അതിനകത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഉപ്പിടണമെന്ന് നമുക്ക് നിർബന്ധമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഓൾറെഡി ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉള്ള കാരണം അതിനകത്ത് പിന്നെയും നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി ആ എണ്ണയിൽ നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ഉപ്പ് മതിയാവും ഈ ഉപ്പേരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്ത് മാറ്റി അതുണ്ടോ. അത് നമ്മൾ ഇത് ചെയ്യുമ്പോഴേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ക്ഷമ വേണം നമുക്കെന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അല്ലാതെ മാറിപ്പോയാലൊന്നും കാര്യം നടക്കുകയില്ല. താഴെ ഹെൽപ്പർ ഉണ്ട് കേട്ടോ എനിക്ക് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ. അല്ലാച്ചാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡൊന്നുമല്ല. മീനാക്ഷിയുടെ പരിപാടിയാണ് അടുത്തത്. എല്ലാം പറക്കി അടച്ച് വയ്ക്കുക എന്നുള്ളത്. എത്ര ദിവസത്തേക്കൊന്നും ചോദിക്കരുത്, അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. 1-2 ദിവസം ഇരുന്നാൽ തന്നെ പറയാൻ ഭാഗ്യം. അതിൽ കൂടുതലൊന്നും ഞങ്ങളുടെ വീട്ടിലിതൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.